അനീഷ്. ശരി അനീഷ്. ഇപ്പോൾ ഷിരൂരിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്, അതായത് ഇപ്പോൾ ഷിരൂരിലെ പ്രധാനപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി മേഘന നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണ് മേഘന? ഇപ്പോൾ നേരത്തെ മേഘന റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ലോറിയുടേത് കരുതുന്ന ലോഹ കഷ്ണത്തിന്റെ സിഗ്നൽ ലഭിച്ചതായി മേഘന നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണോ ഷിരൂരിൽ നിന്നും ലഭിക്കുന്നത് മേഘന? അനുപ്രിയ, ഏറെ പ്രതീക്ഷയുള്ള ഒരു സിഗ്നൽ തന്നെയാണ് ഷിരൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതായത് രണ്ട് സിഗ്നൽ, ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയിൽ രണ്ട് സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ ലഭിച്ച ഭാഗം എന്ന് പറയുന്നതും ഈ മലയോട് ചേർന്നുള്ള അർജുൻ വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയുന്ന ഭാഗത്ത് മലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ എന്ന് പറയുന്നത് മുന്നേ ഈ ഒരു ഭാഗത്ത് മണ്ണെടുക്കുകയോ JCB ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് സൈന്യം വിലയിരുത്തുന്നത്. അതായത് ഇതൊരു മലയുടെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണെടുക്കുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരു തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അർജുനും ലോറിയും ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ആ സാധ്യതകളാണ് ഇപ്പോൾ തിരച്ചിൽ സംഘം നടത്തുന്നത്. അതിൽ പ്രധാനമായും 3 സാധ്യതകൾ, അല്ലെങ്കിൽ ഈ സിഗ്നൽ ലഭിച്ചത് ഈ കട്ടിയുള്ള ലോഹഭാഗം എന്ന് പറയുന്നത് ഒന്നുകിൽ കട്ടിയുള്ള പാറക്കല്ലോ മറ്റുമായിരിക്കണം, അല്ലെങ്കിൽ ഈ അർജുൻ അടക്കമുള്ള നമുക്ക് പേരറിയാത്ത ഒട്ടനവധി പേർ ഈ ഒരു മലയിടുക്കുകളിൽ ഈ ഒരു ദുരന്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ പ്രദേശവാസികൾ കന്നഡികരായിട്ടുള്ള ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വാഹനമാണോ ഇത് എന്നതും ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. അതിന് 3 സാധ്യതകൾ, അതായത് ഒന്നെങ്കിൽ അത് അർജുന്റെ ലോറിയാണ്, അല്ലെങ്കിൽ അതായത് ഒരു കുടുംബം അടക്കം ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് പറയുന്നു, അവരുടെ കാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കട്ടിയുള്ള പാറ കഷ്ണങ്ങളോ കല്ലോ ആയിരിക്കാം. ഈ 3 സാധ്യതകളാണ് ഈ ഒരു സിഗ്നലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു മേഘന, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ലൈനിലുണ്ട്. ശ്രീ അഷ്റഫ്, അതായത് ഇപ്പോൾ താങ്കൾ സംഭവ സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് 2 സിഗ്നൽ കിട്ടിയെന്നാണ്. അത് മണ്ണിന്റെ ഭാഗത്താണ് 2 സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കർണാടക റവന്യൂ മന്ത്രി ഇന്നലെ പറഞ്ഞത് 98% തെരച്ചിൽ മണ്ണിൽ പൂർത്തിയാക്കിയെന്നാണ്. അപ്പോഴാണ് ഇപ്പോൾ മണ്ണിൽ തന്നെ 2 സിഗ്നൽ കാണുന്നത്. നമുക്ക് ഇതൊരു അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യവിലോപം നടന്നതായി വേണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? ഇന്നലെ കർണാടക CM വന്ന സമയത്ത് CMന്റെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്കോലയിൽ IVയിൽ കോഴിക്കോട് MP ശ്രീ രാഘവട്ടനും ഞാനും ഒമാന്റെ മുഖ്യമന്ത്രിയുമായി പ്രത്യേകിച്ച് കിട്ടാനവിടെ വേറെ കർണാടക സ്വദേശികളുടെ ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ ആളുകളുണ്ട്. ആ കൂട്ടത്തില് ഞങ്ങൾ അർജുന്റെ സംഭവം മാത്രം മുഖ്യമന്ത്രിയുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയും ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആർമിയുടെ റഡാർ വന്നു. ഞാനും രാഘവട്ടൻ MPയും അവിടെ ലൈവായി നിൽക്കുകയാണ് ഇപ്പോഴും. ആ സമയത്ത് നമ്മൾ ഈ റഡാറിലൂടെ ഒരു പരിശോധന നടത്തുമ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ നിരന്തരമായി ചൂണ്ടിക്കാണിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അർജുന്റെ ഫാമിലിയും ആ ലോറിയുടെ മനാഫടക്കമുള്ള ആളുകൾ കാണിച്ച സ്ഥലത്ത് ഒരു ചെറിയ സിഗ്നൽ കിട്ടി 8 മീറ്റർ ആഴത്തിൽ. നമ്മൾ പ്രതീക്ഷയോടുകൂടി അത് പരിശോധിച്ചപ്പോൾ അതൊരു വല്ല പാറക്കല്ലായിരുന്നു. രണ്ടാമത് വീണ്ടും ഒരു സിഗ്നൽ കിട്ടി